ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വൈകുന്നേരം ആമീനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡി ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് അവളിങ്ങനെ പാർക്കിൽ പോകണം എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അവൾ ഇതുവരെ പാർക്കിൽ പോയിട്ടില്ല. അപ്പം ഒരു ദിവസം ഇതുപോലെ പോകാമെന്നുള്ള പ്ലാനിങ്ങൊക്കെ നടത്തിയിട്ട് അതൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോകാമെന്ന് വെച്ചാൽ അന്ന് ഇന്നേരം വൈകുന്നേരമായിരുന്നു കേട്ടോ ഡ്യൂട്ടി. അത് കാരണം ഒരുമിച്ച് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പെരയെല്ലാം പൂട്ടി സെറ്റാക്കി ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഇപ്പം ബീച്ചിലേക്ക് ചെന്ന്. ഇതുവരെ ഞാനും പാർക്കിൽ പോകാത്ത കാരണം കറക്റ്റ് എവിടെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ ചെന്നിട്ട് അങ്ങോട്ടേക്ക് നടന്ന് കേട്ടോ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ബീച്ചിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു തൊപ്പിക്കട ഉണ്ട്. അപ്പോൾ അവൾക്ക് തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് തൊപ്പിയൊക്കെ നോക്കി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. അവൾക്ക് പിങ്ക് കളറാട്ടോ ഏറ്റവും ഇഷ്ടം. അങ്ങനെ പിങ്ക് കളറിലൊരു തൊപ്പിയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ അവിടുന്ന് അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നിട്ട് എങ്ങോട്ടാണ് കയറേണ്ടതെന്ന് ഡൗട്ട് വന്നു. പിന്നെ ഒരു ചേച്ചിയുടെ ഒക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറിയത്. അങ്ങനെ പാസ്സെല്ലാം എടുത്ത് വേഗം അകത്തേക്ക് കയറിയിട്ട് ആദ്യം ചെന്നപ്പോഴത്തേക്ക് ചെന്ന് കളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അത് ഒക്കെ കൂട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആളായിരുന്നു. നിറയെ ആളും പിള്ളേരും ഒക്കെ ആയിട്ട് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക്. പിന്നെ അവൾ കളിക്കാൻ ഓരോ ഇതിലും കയറി കളിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ അകത്തേക്ക് ഉള്ള സെക്ഷനിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളിടത്തൊക്കെ പേ ചെയ്യണം ഓരോ റൈഡിലും കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് 1-2 എണ്ണത്തിലൊക്കെ തിരക്കിയപ്പോഴത്തേക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് പറ്റുന്ന 2-3 റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബോട്ട് ഓടിക്കണമെന്ന് പറഞ്ഞത് കാരണം പിന്നെ അതിലേക്ക് കയറ്റി. പിന്നെ അവിടുത്തെ ചേച്ചി ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങോട്ടാണ് തുഴഞ്ഞു പോകേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾ അവിടെ കിടന്ന് കറങ്ങും. ഞാൻ പിന്നെ ചോദിച്ചു, ചേച്ചി ഇത് ബോട്ട് തിരിച്ചു വരുമോ, അല്ല പിന്നെ ഇറങ്ങി എടുക്കേണ്ടി വരുമോ, ഇവൾ കറക്കോ ഇല്ല എന്നുള്ള ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെയൊക്കെ കിടന്നിങ്ങനെ വട്ടം കറങ്ങി പിന്നെ കൈ കഴിച്ച അമ്മയെന്ന് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് കുറേ നേരം അവളകത്ത് തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. ഇവളിങ്ങനെ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്ന കാരണം ചുറ്റും നിൽക്കുന്നവരൊക്കെ അവളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് പയ്യെ ആൾ കരയ്ക്ക് വന്നു കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ പയ്യെ ഇറങ്ങി ഇതിലേക്ക് ചാടി വലിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് ആമീൻ തന്നെ ഓർത്തത് അമ്മേ പെട്ടുപോയ എൻ്റെ ഈശ്വര, അതിൻ്റെ അകത്ത് എങ്ങനെ ഇറങ്ങാനാണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറേ നേരം അവൾ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ഇതിലേക്ക് കയറാൻ പോയി. രണ്ടിടത്ത് ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ കൊച്ചു കുട്ടികൾ കയറുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടോ. ഇനി ഇതിൽ കയറ്റിയപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്ലോയിലാട്ടോ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു ഇച്ചിരി സ്പീഡ് കൂട്ടിയേക്കാം. അപ്പോൾ പിന്നെ അവൾക്ക് പേടിയായിട്ട് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി. കൊടുത്ത പൈസ തന്നെ പോയത് തന്നെ മിച്ചം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഭാഗത്തു നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെയൊക്കെ കളിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം തന്നെ ഇവിടെയൊക്കെ നിറച്ച് കുട്ടികൾ കേട്ടോ. അപ്പോൾ അത് കാരണം അവൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ട് 2-3 കൂട്ടുകാരികളൊക്കെ ഒപ്പിച്ചിട്ട് പിന്നെ അവിടെ ആയിരുന്നു കുറേ നേരം. ഒരു 5:45 വരെയെങ്കിലും ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ആൾ വിളിച്ചിട്ടും പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങാൻ നേരം ഓരോന്നിലും കാണുന്നതിലൊക്കെ വലിഞ്ഞേറി ഇത് ഞാൻ എൻ്റെ അടുത്ത് തൂങ്ങിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പയ്യെ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഉപ്പിലിട്ട നല്ല പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവും അതുപോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഫുള്ളിരുന്ന് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്നിട്ട് ഞങ്ങൾ പയ്യെ തിരിച്ചവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്